അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രേയോഗം ഗവൺമെന്റ് ഹൈസ്കൂളിൽ യോഗാ പരിശീലനം നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രേയോഗം ഗവൺമെന്റ് ഹൈസ്കൂളിൽ യോഗാ പരിശീലനം നടന്നു. യോഗാ ഉദ്ഘാടനം PTA പ്രസിഡന്റ് ജാബിർ എം നിർവഹിച്ചു. യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ശൈലി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്കൂൾ HM മനോജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. മനസ്സിലും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷവും നമ്മുടെ ജീവിത ക്രമവുമാണ്. നമുക്ക് യോഗ പരിശീലിക്കുന്നതിലൂടെ ഏകാഗ്രത, ആരോഗ്യം, നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് മനീഷ K വിജയൻ സ്വാഗതം പറഞ്ഞു. സ്കൂളിൽ ആചരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സും ശരീരവും ഏകാഗ്രതയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ചടങ്ങിൽ ശരിക്കും സന്നിഹിതരായിരിക്കുന്നത് SPC കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ ഈ സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ബിജുമോൻ, ഷിനിയം എന്നിവർ സംസാരിച്ചു. മാഷ് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമ്മുടെ ഇന്നത്തെ ജീവിത രീതി, സാഹചര്യം എന്ന് പറയുന്നത് ഏറെ ടെൻഷൻ നിറഞ്ഞ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നിറഞ്ഞ ഒരു ജീവിത രീതിയാണ് നമ്മുടെ പിന്തുടർന്ന് പോയിരുന്നത് ഇപ്പോൾ. പക്ഷെ അതിൽ നിന്നൊക്കെ തടിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ P ശശിധരൻ യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകി. ശരീരത്തെ ബലപ്പെടുത്തുക, ആ ബലപ്പെട്ട ശരീരം കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുക പരിശീലനത്തിലൂടെ. അത് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ, ആ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സുഖപ്രദമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരു ആരോഗ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ, അല്ലേ? ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ. കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്തായോ പറയാതെ വീണ്ടും ചെയ്തു പോകും, പഠിക്കും കേട്ടോ. ഇനി നിങ്ങൾ കണ്ടു തുറക്കരുത്. മാഷിന്റെ ശബ്ദം മാത്രം കേട്ടാണ് നിങ്ങൾ നിങ്ങളെ ശ്വാസം എടുക്കുന്ന. നമ്മൾ ഇനി ആരെയാ നോക്കാൻ പോകുന്നത്? നമ്മൾ ആരെയാ നോക്കാൻ പോകുന്നത്? നമ്മളിലെ ആരെയാ നോക്കാൻ പോകുന്നത്? സെക്കൻഡ് അല്ല, മാത്രാണ് മാഷ് പറയുന്നത്. 8 മാത്രം കൊണ്ടാണ് മാഷ് പിന്നെ പൂരകം ചെയ്യുന്നത്, ശ്വാസം എടുക്കുന്നത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.